അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ച റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കപ്പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഓരോ ദിനവും നാം ഓരോ അറിവുകൾ പഠിക്കുന്നു. ഈ പഠിക്കുന്ന അറിവുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അൻ അബ്ദില്ലാഹി ബിൻ ഉബൈദത്ത് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഖാല ദഖല അലയ്യ ജാബിറുൻ റളിയല്ലാഹു തആല അൻഹു ഫീ നഫരി ഫീ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ്ദമ ഇലൈഹിം ഖുബ്സൻ വഖല്ലൻ ഫഖാല കുലൂ ഫഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു നിഅമൽ ഇദാമു അൽ ഖല്ലു ഇന്നഹു ഹലാകുൻ ബിർറജുലി അൻ യദ്ഖുല അലൈഹി നഫറു മിൻ ഇഖ്വാനിഹി ഫയഹ്തഖിറ മാ ഫീ ബൈതിഹി അൻ യുഖദ്ദിമഹു ഇലൈഹിം വഹലാകും ബിൽ ഖൗമി അൻ യഹ്തഖിറു മാ ഖുദ്ദമ ഇലൈഹിം. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളുടെ ഒരു സംഘത്തോടൊപ്പം മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു എൻ്റെ അടുക്കൽ വന്നു. ജാബിർ റളിയല്ലാഹു തആല അൻഹു അവരുടെ മുന്നിൽ റൊട്ടിയും സുറുക്കയും കൊണ്ടുവന്നു വെച്ചിട്ട് കഴിക്കാൻ നിർദ്ദേശിച്ചു. ശേഷം അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളിയിരിക്കുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. സുറുക്ക വളരെ നല്ല കറിയാണ്. ഏതെങ്കിലും ഒരാളുടെ അടുക്കൽ അവൻ്റെ സ്നേഹിതന്മാരിൽ ചിലർ വരികയും തൻ്റെ വീട്ടിലുള്ളതിനെ അവരുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അവൻ കുറവായി കണക്കാക്കുകയും ചെയ്യുന്നത് മനുഷ്യന് നാശമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാര്യമാർ, നമ്മുടെ കുടുംബക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ചരിത്രമാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുറേ സ്വഹാബത്ത് അവിടെ വീട്ടിലേക്ക് കടന്നു വന്നു. ജാബിർ റളിയല്ലാഹു തആല അൻഹു റൊട്ടിയും സുറുക്കയും കൊണ്ട് അവരുടെ മുന്നിൽ വെച്ചു കൊടുത്തിട്ട് കഴിക്കാൻ പറഞ്ഞു. വന്നിട്ട് മഹാനവറുകൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുറുക്ക നല്ല കറിയ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ തൻ്റെ കൂട്ടുകാർ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ വീടിൻ്റെ അകത്തുള്ള ഭക്ഷണം അവരുടെ മുന്നിൽ കൊണ്ടുവെക്കുന്നത് കുറവാണെന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ ഭക്ഷണം പിടിച്ചു വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനുഷ്യന് നാശമാണതെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്നതാ. നമ്മുടെ വീട്ടിൽ വരുന്നവരുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവെക്കാൻ ഇതെങ്ങനെ കൊടുക്കും, അത് ചെറുതാണല്ലോ, മറ്റേത് അങ്ങനെ പ്രയാസമാണല്ലോ എന്ന് കരുതിയിട്ട് അവരുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവെക്കാൻ മടി കാണിക്കുന്നവരുണ്ട്. അതൊരു നാണക്കേടായി കാണുന്നവരുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അങ്ങനെ ചെയ്യുന്നവർക്കത് നാശമാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അപ്രകാരം തന്നെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കപ്പെട്ട ആഹാരത്തെ താഴ്ന്നതായി കണക്കാക്കുന്നത് ആ ജനങ്ങളുടെയും നാശമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീട്ടിലുള്ളത് ഉള്ള ഭക്ഷണം അൽഹംദുലില്ലാ, നമ്മുടെ വീട്ടിലൊരു അതിഥി കടന്നു വന്നു, കൂട്ടുകാരാകട്ടെ, നമ്മൾ കഴിക്കുന്നതിൽ നമ്മൾ ഉള്ളത് അവരുടെ മുന്നിൽ കൊണ്ടുവെക്കണം. അതല്ലാതെ മറച്ചുവെക്കൽ, അത് മോശമായി കാണുന്ന രീതിയിൽ നമ്മൾ അവരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് കൊണ്ടുപോകാതെ പിടിച്ചു വെക്കുന്നത് നമുക്ക് നാശമാ, വീട്ടുകാർക്ക് നാശമാ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് കടന്നുപോയി കഴിക്കാനുള്ള ഭക്ഷണം, അവർ കഴിക്കുന്ന ഭക്ഷണം ഉള്ളത് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ആ ഭക്ഷണം ഇതൊരു മോശമായ ഭക്ഷണമാണല്ലോ, അതിനെ ഒരു താഴ്ന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ജനത കണ്ടുകഴിഞ്ഞാൽ അത് അവർക്ക് നാശമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
തങ്ങൾ. ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരാളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുക്കപ്പെട്ട ആഹാരത്തെ അവൻ നിന്ദ്യമായി കണക്കാക്കുന്നത് അവൻ്റെ മോശത്തരത്തിന് മതിയായതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഭക്ഷണത്തെ കുറ്റം പറയുന്നൊരവസ്ഥ, അതിനെ ഒരു താഴ്ന്ന രീതിയിൽ കാണുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന കാലം വരെ നമ്മുടെ റിസ്ക്കിൽ അല്ലാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സ്വർഗത്തിൻ്റെ ഭക്ഷണം കഴിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ യുഹിബ്ബുൽ ഉതാശ വയക്റഉ തസാഉബ ഫഇദാ അതശ അഹദുകും وحمد الله كان حقا علي كل مسلم سمعه أن يقول له يرحمك الله. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹു തുമ്മുന്നതിനെ ഇഷ്ടപ്പെടുകയും കോട്ടുവായിടുന്നതിനെ വെറുക്കുകയും ചെയ്യുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തുമ്മുന്നതിനെ അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നു. പ്രവാചകൻ പറയുന്നു, അല്ലാഹു തുമ്മുന്നതിനെ, നമ്മൾ തുമ്മാറുണ്ട്, നമ്മൾ ചുമയ്ക്കാറുണ്ട്, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് പറഞ്ഞു, കോട്ടുവായിടുക അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും തുമ്മുകയും അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്താൽ അത് കേൾക്കുന്ന എല്ലാ മുസ്ലിമിൻ്റെ മേലും മറുപടിയായി അവനോട് യർഹമുക്കല്ലാ എന്ന് പറയൽ കടമയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ നിന്ന് തുമ്മുകയും ആ തുമ്മുന്ന സമയത്ത് അവൻ അൽഹംദുലില്ലാ എന്ന് അള്ളാഹുവിനെ സ്തുതിക്കുന്നത് കേൾക്കുന്ന ഓരോ മുസ്ലിമിൻ്റെ മേലും കടമയാണ്. എന്ത്? യർഹമുക്കല്ലാ എന്ന് മറുപടി പറയൽ, ഹംദ് ചെയ്യൽ ഒരു മനുഷ്യൻ്റെയും ഒരു മുസ്ലിമിൻ്റെയും കടമയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വ അമ്മ തസാഉബ ഫഇന്നമാ ഹുവ മിനശ് ശൈത്വാൻ ഫഇദാ തസാഅബ അഹദുകും ഫൽയറുദ്ദഹു മാ ഇസ്തതാഅ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, കോട്ടുവ ഇടൽ ശൈത്താനിൽ നിന്നുണ്ടാകുന്നതാണ്. അത് ശൈത്താന്റെ ഭാഗത്തു നിന്നാണ് കോട്ടുവ ഇടുന്നത് ഉണ്ടാകുന്നത്. അതിനാൽ നിങ്ങൾ ആർക്കെങ്കിലും കോട്ടുവ വരികയാണെങ്കിൽ അവന് സാധിക്കുന്ന രീതിയിൽ അതിനെ തടഞ്ഞുകൊള്ളട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കോട്ടുവ ഇങ്ങനെ വാതുറക്കുക അത് ഇബ്ലീസിന്റെ ശൈത്താനിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്ന സമയത്താണ് കൂടുതലും അതുണ്ടാവുക. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ, ദിക്റുകൾ പറയുമ്പോൾ, ഏതെങ്കിലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൂടുതലും ഈ വാതുറക്കുന്ന ഈ സ്വഭാവം, ഈ ഒരു രീതി നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇത് ശൈത്താന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവന് സാധിക്കുന്ന രീതിയിൽ എങ്ങനെ അതിനെ തടയാൻ പറ്റുമോ, ആ രീതിയിൽ അവനെ തടഞ്ഞുകൊള്ളട്ടെ. നിങ്ങളിൽ ആർക്കെങ്കിലും കോട്ടുവ ഇട്ടാൽ അത് കണ്ട് ശൈത്താന് ചിരിക്കുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓതുന്ന സമയം, നിസ്കരിക്കുന്ന സമയം, ദിക്റുകൾ പറയുന്ന സമയം, ഇൽമിന്റെ മജ്ലിസുകളിൽ ഇരിക്കുന്ന സമയം, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൂടുതലും ഇതുമുണ്ടാകാറ്. ആ വരുന്ന സമയം കഴിവിൻ്റെ പരമാവധി അത് നാം എങ്ങനെ നമുക്കത് പിടിച്ചു നിൽക്കാൻ കഴിയുമോ, അത് ഒഴിവാക്കാൻ കഴിയുമോ അത്രയും നമ്മൾ ഒഴിവാക്കണം. കാരണം അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അള്ളാഹു വെറുക്കുന്ന കാര്യമാണത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് ഇടുകയാണെങ്കിലോ ആ കോട്ടുവ നമ്മൾ ഇടുമ്പോൾ ഇത് കണ്ടിട്ട് ശൈത്താൻ വളരെ സന്തോഷത്തോടുകൂടി അവന് ചിരിക്കുന്നതാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കടലായ പടച്ചുറബ് ശൈത്താന്റെ ഷർറിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയവും അവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ഉറക്കെ പറഞ്ഞു മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ ഹദീസിൽ നാം പഠിക്കുന്നത്, ഒരാളുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവെക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കരുത്, അതൊരു കുറവായിട്ട് കാണരുത്. അങ്ങനെ കുറവായി കണ്ടാൽ അങ്ങനെ കാണുന്നവന് അത് നാശമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം കൊണ്ടുവന്ന് മുന്നിൽ വെക്കുമ്പോൾ ആ വെക്കുന്ന ഭക്ഷണത്തിനെ മോശമായി കാണുന്നവൻ, അതാ കാണുന്നവന് നാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും ഭക്ഷണം നമ്മുടെ മുന്നിൽ കൊണ്ടുവെക്കുന്ന ഭക്ഷണത്തെ ഒരു താഴ്ന്ന രീതിയിൽ, നിന്ദ്യമായ രീതിയിൽ ഒരിക്കലും നമ്മത് കാണാൻ പാടില്ല. കാരണം അള്ളാഹുവിൻ നമുക്ക് തരുന്ന റിസ്ക്കാണ്, അള്ളാഹുവാണ് റിസ്ക് തരുന്നവൻ. ആ ചിന്ത നമ്മളിലേക്ക് കടന്നു വരണം. അതുപോലെ തന്നെ പ്രവാചകൻ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തു ചെയ്യുക, ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയുന്നത് കേട്ടാൽ നിങ്ങൾ യർഹമുക്കുമുല്ലാ എന്ന് പറയുക. അതുപോലെ തന്നെ കോട്ടുവ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കഴിവിൻ്റെ പരമാവധി അത് പിടിച്ചു വെക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അത് ശൈത്താൻ കണ്ട് ചിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ പ്രത്യേകം നിങ്ങൾ ദുആ ചെയ്യണം. ഒരു സഹോദരൻ തൻ്റെ സർവ്വ പ്രയാസങ്ങളും മാറാൻ നാളെ ഹോസ്പിറ്റലിലെ ടെസ്റ്റാണ്, ഉസ്താദെ പടച്ചവൻ സന്തോഷം തരാൻ നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് വസിയ്യത്ത് ചെയ്തു. അള്ളാഹു ഈ ലോകത്ത് ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെ ബർക്കത്ത് കൊണ്ട് ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.